ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലാലിഗയിൽ നടന്ന ബാഴ്സലോണ സെവിയ മത്സരം 4-1 എന്ന ഗോൾ സ്കോറിന് ബാഴ്സലോണ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ബാഴ്സലോണയ്ക്ക് വേണ്ടി ലെവൻഡോസ്കി, റാഫീനിയ, ലോപ്പസ് എന്നിവരാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മത്സരത്തിലെ വിജയത്തോടുകൂടി ലാലിഗ പോയിന്റ് ടേബിളിൽ 48 പോയിന്റുമായിട്ട് 3-ാം സ്ഥാനത്തേക്ക് മുന്നേറിയിരിക്കുകയാണ് ബാഴ്സലോണ. 49 പോയിന്റുമായിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡും 50 പോയിന്റുമായിട്ട് റയൽ മാഡ്രിഡുമാണ് ഗൈസ് 1-ാം സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായ ടൈറ്റിൽ റേസിലാണ് ഇപ്പോൾ ലാലിഗ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ബാഴ്സലോണയായിരുന്നു 1-ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. അതിനുശേഷം അത്ലറ്റിക്കോ വന്നു. അത്ലറ്റിക്കോയ്ക്ക് ശേഷമാണ് റയൽ മാഡ്രിഡ് 1-ാം സ്ഥാനത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ലാലിഗ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വേറൊരു പ്രശ്നം, ഈ ഒരു 3 ടീമിനും ഇനിയിപ്പോൾ കോപ്പ ഡെൽറേ മത്സരം സെമി ഫൈനൽ കളിക്കാനുണ്ട്. അതുപോലെ ചാമ്പ്യൻസ് ലീഗിലും വലിയ ബിഗ് മാച്ചസ് ആണ് വരാൻ വേണ്ടി പോകുന്നത്. എന്താകും എന്ന് കണ്ടു തന്നെ അറിയണം. ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. 3 ടീമും ഈ ഒരു സീസൺ വളരെ മികച്ചൊരു പ്രകടനം തന്നെയാണ് പുറത്ത് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മത്സരത്തിലെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ ആദ്യ ഹാഫിലേക്ക് വരുന്ന സമയത്ത് സെവിയയുടെ ഭാഗത്തു നിന്നും ഒരു സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ആയിരുന്നു. ബാഴ്സലോണയ്ക്ക് വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഒന്നും കൊണ്ടുവരാൻ സാധിച്ചില്ല. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്താണ് ഗെയിം ടോട്ടലി ചേഞ്ച് ആയത്. റാഫീനി അതുപോലെ ഡെയോ മികച്ച പ്രകടനമായിരുന്നു. എല്ലാ പ്ലേയേഴ്സും സെക്കൻഡ് ഹാഫിൽ നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. പക്ഷേ ഡെയോങ്ങും അതുപോലെ റാഫീനിയെ കുറിച്ച് ഈ ഒരു സീസൺ പറയേണ്ട ആവശ്യം തന്നെയില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു സീസൺ ലാലിഗയും അതുപോലെ ചാമ്പ്യൻസ് ലീഗും ബാഴ്സലോണ നേടുകയാണെങ്കിൽ ബാലൻഡിയോർ എന്നുള്ളത് റാഫീനിയ തന്നെയായിരിക്കും. ഇപ്പോൾ ടൈറ്റിൽ നിൽക്കുന്നത് സലാഹും റാഫീനിയുമാണ്. ആരാണ് ചാമ്പ്യൻസ് ലീഗ് നേടുന്നത് അവരായിരിക്കും ബാലൻഡിയോർ നേടാൻ വളരെയധികം സാധ്യത കൂടുതൽ എന്നാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു മത്സരത്തിൽ ലൈവ് കണ്ട വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.